ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു വീട്ടിന് തൊട്ടടുത്ത് കിടക്കുന്ന ഈ സാമ്പ്രാണിക്കൊടിയിലോട്ടൊന്ന് പോകണമെന്ന്. അങ്ങനെ അവസാനം ഇന്നലെയാണ് എൻ്റെ ആഗ്രഹം സാധിച്ചത്. പിന്നെ ഒട്ടും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്നും സാമ്പ്രാണിക്കൊടിയിലോട്ട് തിരിച്ചു. ഞാൻ അവിടെ എത്തിയപ്പോൾ 4:30 ആവാറായിരുന്നു. 4:30-ക്ക് തന്നെയാണ് അവസാനത്തെ ബോട്ട് ഇവിടെ നിന്നും സാമ്പ്രാണിക്കൊടിയിലോട്ട് പുറപ്പെടുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് ബോട്ടിലോട്ട് ചാടിക്കേറി. ടിക്കറ്റ് റേറ്റ് വരുന്നത് വെറും 150 രൂപയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഈ റേറ്റിന് പോയിട്ട് വരാം. സെയിം ബോട്ട് തന്നെ കിട്ടിയാൽ അത്രയും നല്ലത്. ബോട്ടിൽ കയറിക്കഴിഞ്ഞാൽ 20 മിനിറ്റ് യാത്രയാണ് സാമ്പ്രാണിക്കൊടിയിലോട്ട് എത്താൻ എടുക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, ഇന്ന് ശനിയാഴ്ച കൂടിയായിരുന്നു, അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു എനിക്ക്. സാമ്പ്രാണിക്കൊടിയിലെ യാത്ര നന്നായി ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈകിട്ട് തന്നെ പോകണം എന്നുള്ളതാണ്. വൈകിട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ അന്തരീക്ഷവും എല്ലാം അതിമനോഹരമാണ്. ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലായിരിക്കും, അതുകൊണ്ട് ഞാനും വൈകിട്ടാണ് പോയത്. എന്തെന്നില്ലാത്തൊരു സന്തോഷവും അതിനേറെ എന്തോ ഒരു മനഃശാന്തിയുമായിരുന്നു എനിക്ക് അവിടെ എത്തിയപ്പോൾ അനുഭവപ്പെട്ടത്. ഇപ്പോൾ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഈ സാമ്പ്രാണിക്കൊടി. സാമ്പ്രാണിക്കൊടിയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് അവിടുത്തെ വെള്ളത്തിൻ്റെ നിരപ്പും അവിടുത്തെ കണ്ടൽക്കാടുകളും തന്നെയാണ്. കൊച്ചു കുട്ടികൾക്ക് വരെ വളരെ സേഫായി ആ വെള്ളത്തിൽ കൂടെ നടന്നു പോകാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ആഴം കുറവായിരുന്നതിനാൽ നമ്മൾ വീഴുമെന്ന് പേടിക്കേണ്ട കാര്യവുമില്ല. അങ്ങനെ എൻ്റെ ആഗ്രഹം സബലീകരിച്ച് വീണ്ടും ഞാൻ കടവിലേക്ക് എത്തി. താങ്ക്